ഇങ്ങനെ പഠിക്കണം, അതിന് മുന്നും പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എവിടെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം, അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. എവിടെ തുടങ്ങണ്ടി, എവിടുന്ന പഠിച്ചേണ്ടി, അതോ ഇനി എനിക്ക് പറ്റൂലേ, അങ്ങനത്തെ ഒരു ചിന്തയാണ് എനിക്ക് ഉണ്ടായത്. അങ്ങനെ ഞാൻ പിന്നീട് 4 വർഷത്തിന് ശേഷം മോനൊക്കെ കുറച്ച് വലുതായി ആ ലെവലിലേക്ക് എത്തിയപ്പോൾ എനിക്കിങ്ങനെ പെരയിലിങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ഡിപ്രഷനായിരുന്നു. പണി കഴിയാ പോയി റൂമിൽ കയറുക, വൈകുന്നേരം ആയാൽ പിന്നെ തന്നെ ഫുഡ് ഇതൊക്കെ തന്നെയാണ് പണി വീട്ടിൽ. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിക്കുക, ഞാൻ എന്തെങ്കിലുമൊക്കെ ഏതായാലും ഇപ്പം ഇത്രയും ഞാൻ വെറുതെ അങ്ങനെ വീട്ടിലിരുന്നില്ലേ, കാരണം പെരയിലായി എന്തായാലും പിരാന്താവും എന്നറിയാം. അപ്പോൾ പിന്നെ അങ്ങനെ ഞാനിങ്ങനെ കുറേ ഗൂഗിളും അതേപോലെ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഈ ലെവലിലേക്ക് തന്നെ നോക്കിയത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇവിടെ IT അക്കാദമി വന്ന് കാണാൻ റസിന മിസ്സിനെയാണ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നറിയില്ലേ, അതേമാതിരി തന്നെ ഇവിടെ വന്നു. ടീച്ചറോടുള്ള സംസാരവും അതേപോലെ ആ ടീച്ചറെ ആറ്റിറ്റ്യൂഡ് തന്നെ ഒന്നാമത് എനിക്കിവിടെ എത്തിച്ചാനുള്ള കാരണം ടീച്ചർ സംസാരിക്കണേ ഭയങ്കര കാമായിട്ട് ക്വയറ്റ് ആ ലെവലിൽ നമ്മളെ മനസ്സിക്ക് തട്ടുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അല്ല ടീച്ചർ അങ്ങനെയാണ്. അത് ഇപ്പോഴായാലും നമുക്ക് നമ്മൾ ഈ 10 മാസം ഇവിടെ ഇരുന്ന് നമ്മൾ പോകുമ്പോഴും നമുക്ക് എല്ലാ ടീച്ചേഴ്സിലാരും നമുക്ക് മനസ്സിൽ ഒന്നും കൂടിയും അല്ലേ അങ്ങനെ പ്രത്യേകത ഇല്ലാത്തൊരു ടീച്ചർ എന്ന് പറയുന്നത് നമുക്ക് റസിന മിസ്സാണ്.